ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇപ്പോൾ ക്രിസ്മസ് സീസണൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനും അതുപോലെ നമ്മുടെ വീട്ടിൽ തന്നെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കാനും തരത്തിലുള്ള ഒരു ക്രോസ് സ്റ്റിച്ച് വെച്ചിട്ടുള്ള ഒരു എംബ്രോയിഡറി ഡിസൈനാണ് കാണിക്കുന്നത്. ഇതാണ് നമ്മുടെ ഡിസൈൻ. ഇതിൽ ഞാനിപ്പോൾ ക്രിസ്മസ് തീമായിട്ട് സാന്താക്ലോസ് ട്രീ അതുപോലെ ഉള്ള സ്റ്റാർസ് അതുപോലെയാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. ഇത് ചെയ്തിരിക്കുന്നത് ക്രോസ് സ്റ്റിച്ചിലാണ്. അപ്പോൾ ക്രോസ് സ്റ്റിച്ചിൽ നമ്മൾ എംബ്രോയിഡറി ചെയ്തിട്ട് ഇതുപോലെ ഒരു ഫ്രെയിമിൽ വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും ഗ്ലാസ്സാണ് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ ഫ്രെയിം ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ സാധാ എംബ്രോയിഡറി ഹൂപ്പിൽ വെച്ചിട്ട് നല്ല ബോയൊക്കെ വെച്ചിട്ട് നല്ല ഡെക്കറേറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് എയ്ഡ മെറ്റീരിയലാണ്. അപ്പോൾ ക്രോസ് സ്റ്റിച്ച് ചെയ്യാൻ നമ്മൾക്ക് പലതരത്തിലുള്ള മെറ്റീരിയൽസ് കിട്ടും. എയ്ഡ മെറ്റീരിയൽ കിട്ടും, അതുപോലെ തന്നെ ക്രോസ് സ്റ്റിച്ചിൻ്റെ ക്ലോത്ത് തരം കിട്ടും, നെറ്റ് കിട്ടും. നിങ്ങൾക്കിപ്പോൾ ക്രോസ് സ്റ്റിച്ചിനെ പറ്റിയിട്ട് അറിയില്ല, എങ്ങനെയാണ് ക്രോസ് സ്റ്റിച്ചിൻ്റെ മെറ്റീരിയൽസ് സെലക്ട് ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്കൊരു ഏകദേശം ഐഡിയ കിട്ടും എങ്ങനെയാണ് ക്രോസ് സ്റ്റിച്ച്, എവിടെ നിന്നാണ് നമുക്ക് ആ മെറ്റീരിയൽ കിട്ടുക. ആ വീഡിയോ ഞാൻ ഐ ബട്ടണിലും അതുപോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്യാം. അപ്പോൾ അത് കണ്ടിട്ട് ഈ വീഡിയോ കാണുന്നതായിരിക്കും കുറച്ചും കൂടെ ഈസി. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ചെയ്ത് കാണിക്കുന്നത് ഈ ഒരു സാന്താക്ലോസിൻ്റെ ക്രോസ് സ്റ്റിച്ചാണ്. അതായത് ഇപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടി ചെയ്യാൻ നേരം നമ്മുടെ വീഡിയോ ഒത്തിരി ലെങ്തി ആയി പോകും. അതുകൊണ്ട് നമുക്ക് അത് ചെയ്യാം. അപ്പോൾ തന്നെ നിങ്ങൾക്കൊരു എങ്ങനെയാണ് ഫുൾ കംപ്ലീറ്റ് ചെയ്തെടുക്കുക എന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് കിടക്കാം. ക്ലോത്ത് റിങ്ങിൽ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ റിങ്ങിൽ ഇട്ടിട്ട് ചെയ്യണം എന്നില്ല, കാരണം ഞാൻ എടുത്തിരിക്കുന്ന എയ്ഡ സ്റ്റിച്ച് നല്ല സ്റ്റിഫായിട്ടുള്ളതാണ്. നിങ്ങൾ എടുക്കുന്ന ക്ലോത്ത് ആണെങ്കിൽ റിങ്ങിലിടുക. വീഡിയോ എടുക്കണോണ്ട് നല്ല ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ റിങ്ങിൽ ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഫസ്റ്റ് നിങ്ങൾക്ക് ചെയ്ത് കാണിക്കുന്നത് സാന്താക്ലോസിൻ്റെ പിക്ചറാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് വൈറ്റ്, പീച്ച്, റെഡ്, ബ്ലാക്ക്, ഇത്രയും കളറ് ത്രെഡാണ് വേണ്ടത്. പിന്നെ നമുക്ക് നീഡിൽ വേണം. നീഡിൽ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ച് തിന്നായിട്ടുള്ള നീഡിലെടുക്കുക. എന്നാൽ 6 സ്ട്രാൻഡ്സ് ത്രെഡ് നമുക്ക് ഇതിലോട്ട് കയറും വേണം. കാരണം നമ്മുടെ എയ്ഡയിലെ ഓരോ ഹോൾ എന്ന് പറയുന്നത് ചെറുതായിരിക്കും. നമ്മൾ തിക്കായിട്ടുള്ള നീഡിലാണ് എടുക്കണമെന്ന് വെച്ചെങ്കിൽ ഈ ഒരു ഹോള് വലുതാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ക്രോസ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ ആ എംബ്രോയിഡറി കാണുമ്പോഴത്തേനും കുറച്ച് ഭംഗി ഉണ്ടാവില്ല. കാരണം ആ ഹോള് മാത്രം ഇങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് സാന്താക്ലോസിൻ്റെ ക്യാപ്പാണ് ഫസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റെഡ് കളറിൽ ത്രെഡ് എടുത്തിട്ടുണ്ട്. 6 സ്ട്രാൻഡ്സ് ആണ് എടുത്തിരിക്കുന്നത്. ഫസ്റ്റ് നമുക്ക് തൊപ്പി ചെയ്യാം. അതിൻ്റെ ഫസ്റ്റ് റോ വരുന്നത് നമുക്ക് ഏകദേശം 3 ക്രോസ് സ്റ്റിച്ചാണ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇവിടെ നിന്ന് എടുക്കുക. പിന്നീട് നമുക്ക് ക്രോസ് ആയിട്ട് ഫസ്റ്റ് ഇവിടെ കൊടുക്കാം. ഇതുപോലെ ചെയ്യാം. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയണത് നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് ഇങ്ങനെ ക്രോസ് ചെയ്ത് പോവാം. ഇതാ ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്രോസ് കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് എന്ന് വരുന്നത് ഇവിടുന്ന് ഈ വന്നിരിക്കുന്ന ഈ ഹോളിൽ നിന്ന് തന്നെയാണ് നമ്മൾ എടുക്കേണ്ടത്. ഇപ്പോൾ ഫസ്റ്റ് റോയിൽ നമുക്ക് 3 ക്രോസ് സ്റ്റിച്ചാണ് വരുന്നത്. ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്രോസ് സ്റ്റിച്ച് കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് വരുന്നത് ഇവിടെയാണ്. ഇവിടോട്ട് നമ്മൾ നീഡിൽ താഴോട്ട് കൊടുക്കുക. എന്നിട്ട് ക്രോസ് ചെയ്യാം. നെക്സ്റ്റ് ഇവിടുന്ന് എടുക്കുക, ഇങ്ങോട്ട് കൊടുക്കുക. പിന്നീട് ഈ ഒരു ഹോളിൽ നിന്ന് തിരിച്ച് ക്രോസ് സ്റ്റിച്ച് കംപ്ലീറ്റ് ചെയ്യാം. ഇതാണ് നമുക്ക് ചെയ്യുന്ന ഫസ്റ്റ് മെത്തേഡ്. പിന്നെ നമ്മൾ ചെയ്യുന്നത് നെക്സ്റ്റ് റോ വരുന്നത് ഒരു ക്രോസ് സ്റ്റിച്ചിന് ഫസ്റ്റ് റോയിൽ നിന്നും ഒരു ക്രോസ് സ്റ്റിച്ചിനുള്ള പ്ലേസ് വിട്ടിട്ടാണ്. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ ഈ സെയിം ഹോളിൽ നിന്ന് തന്നെ വേണം എടുക്കാൻ. ഇതുപോലെ എടുക്കുക. സെക്കൻഡ് റോയിൽ വരുന്നത് 4 ക്രോസ് സ്റ്റിച്ചാണ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇവിടുന്ന് എടുത്തിട്ട് ഇങ്ങോട്ട് കൊടുക്കുക. പിന്നീട്
നമ്മൾ ഫസ്റ്റ് കണ്ട മെത്തേഡ് എന്ന് പറയുന്നത് ആ ക്രോസ് സ്റ്റിച്ചിനെ നമ്മൾ ഒരുമിച്ച് തന്നെ ചെയ്യുന്നതാണ്. ഇത് സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ ആ സെക്കൻഡ് റോയിൽ ആദ്യം തന്നെ ഇതുപോലെ സൈഡിലോട്ട് മാത്രം ക്രോസ് സ്റ്റിച്ച് കൊടുക്കുക. ഇങ്ങനെ ഇപ്പോൾ മൂന്നാമത്തെയായി. ഇനി അടുത്തത് 4. നമുക്ക് സെക്കൻഡ് റോയിൽ വരുന്നത് 4 ക്രോസ് സ്റ്റിച്ചാണ്. ആ 4 ക്രോസ് സ്റ്റിച്ചിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനെ ക്രോസ് ചെയ്യാം. ഇതാ ഇപ്പോൾ ഫസ്റ്റ് ക്രോസ് സ്റ്റിച്ച് കഴിഞ്ഞു. ഫസ്റ്റ് റോ ചെയ്തേക്കാട്ടിയും സെക്കൻഡ് റോ ആയിരിക്കും കുറച്ചുകൂടെ ഈസി. കാരണം ഫസ്റ്റ് ഒരു റോയിൽ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ലൈനാക്കി കൊടുത്തതിന് ശേഷം അതിൻ്റെ തിരിച്ചു വരാൻ നേരം ക്രോസ് ചെയ്ത് കൊടുക്കുക. ഇനി തേർഡ് റോ വരുമ്പോഴത്തേനും ഈ ഒരു സെക്കൻഡ് റോയിൽ നിന്നും ഒന്ന് വിട്ടിട്ടാണ് വരുന്നത്. അതായത് ഇവിടെ ആയിട്ടായിരിക്കും നമ്മുടെ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ ക്യാപ്പ് ചെയ്യുന്നത് എല്ലാം തന്നെ റെഡ് കളർ ത്രെഡ് കൊണ്ടാണ്. അപ്പോൾ നമുക്ക് അധികം കൺഫ്യൂഷനൊന്നും വരില്ല. നമുക്ക് ചുമ്മാ നമ്മുടെ ആ ഒരു പിക്ചർ നോക്കിയിട്ട് കൗണ്ട് ചെയ്തിട്ട് ഇങ്ങനെ ക്രോസ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ ഫേസും സാന്റാക്ലോസിൻ്റെ ഫേസ് ഡ്രസ്സൊക്കെ വരുമ്പോഴത്തേനും നമുക്ക് കളേഴ്സ് ചേഞ്ച് വരുന്നുണ്ട്. ബ്ലാക്കും വൈറ്റും ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കൗണ്ട് ചെയ്തിട്ട് വേണം ചെയ്യാൻ. ഇപ്പോൾ നമ്മുടെ ക്യാപ്പിൻ്റെ ആ ഒരു പോർഷൻ കഴിഞ്ഞിട്ടുണ്ട്. അടുത്തായി നമുക്ക് ഫേസ് ചെയ്യാം. ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് വൈറ്റ് കളർ 6 strandsൽ ത്രെഡ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് ക്രോസ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. നമ്മൾ ആ ഒരു പിക്ചറിൽ തന്നിരിക്കുന്ന പോലെ കറക്റ്റായിട്ട് നോക്കിയിട്ട് വൈറ്റ് കളർ എവിടെയൊക്കെയാണോ വരുന്നത് അവിടെയായിട്ട് നമുക്കിത് ചെയ്തെടുക്കാം.
ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ.